സോഷ്യൽ മീഡിയയിലെ പുതിയ വാർത്തയാണ്. രേണുസുതിക്ക് നൽകിയ വീട് ഒന്നിനും കൊള്ളാത്ത വീടാണെന്ന്. അപ്പോൾ ആ വീഡിയോയ്ക്ക് കീഴെ രേണുവിനെ കുറ്റം പറയുന്നവരാണ് കൂടുതലും. ഞാൻ ചോദിക്കട്ടെ, രേണുവിന് ഈ വീട് ദാനം ചെയ്ത ആൾക്കാർ എപ്പോഴും ആൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ നൽകണ്ടേ? വീട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നല്ല രീതിയിൽ കൊടുക്കണം. ഇതിൽ കൂടുതലും വരുന്നത് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കിയാണ് രേണുവും കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. കുട്ടികൾക്ക് വേണ്ടി കൊടുത്ത വീടാണത്ര. എത്ര കാലം ഈട് നിൽക്കും ഈ വീട്? 100 കൊല്ലം നിൽക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ ഈ ദാനകർമ്മം നടത്തിയതാണ്. അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് ഉദ്ദേശിച്ച് ചെയ്യണമെങ്കിൽ നല്ല വൃത്തിയിൽ കൊടുക്കണ്ടേ? അതിപ്പോൾ ചെറിയതായാലും 5 ലക്ഷം രൂപ വീടായാലും അത് വൃത്തി കൊടുക്കണ്ടേ? ഇവർ ദാനം ചെയ്തില്ലെങ്കിൽ വേറെ നല്ല ആൾക്കാർ നല്ല വീട് കൊടുക്കുമായിരുന്നു. ഇവർ ചാടി ഇറങ്ങി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ദാനം ചെയ്ത വീട്. ഇതിൽ രേണുവിൻ്റെ ഭാഗത്താണ് ന്യായം. കൊല്ലം സുധി എന്ന നടൻ അത്യാവശ്യം ആൾക്കാരറിയുന്ന ഒരു ജനപ്രീതി, ആൾക്കാരൊക്കെ അറിയുന്ന ഒരു വിപിക്ര ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവർക്ക് ഇത് ചെയ്യുന്നതിലൂടെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. ഇവർ എത്ര പൈസ കൊടുത്ത് ചിലവാക്കി ചെയ്യുന്നതിനും കൂടുതൽ പബ്ലിസിറ്റി കിട്ടും കരുതിക്കൊണ്ടാണ് ഇവരെ വീട് ദാനം ചെയ്യാനൊരു ബിൽഡേഴ്സ് മുന്നിട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ രേണുവിൻ കുടുംബത്തിൽ കുറ്റം പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളൂ, നമ്മൾ ആർക്കായാലും ഒരു 10 രൂപ ദാനം ചെയ്യുകയാണെങ്കിൽ, അല്ല ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഉപകാരം ചെയ്യണമെങ്കിൽ അത് ഉപകാരം നല്ല മനസ്സോട് ചെയ്യണം. എന്നാലും അതിന് ഫലം ഉണ്ടാവുള്ളൂ. രേണുസുതി കിച്ചു ഇവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു വീട് നൽകിയപ്പോൾ അത് നല്ല രീതിയിൽ കൊടുക്കണ്ടേ? അതിനെതിരെ അവർ പ്രതികരിച്ചതിൽ എന്താണ് തെറ്റ്?